നിന്നെ വിടാൻ പറയാനാണ് മിനിസ്റ്റർ എന്നെ വിളിപ്പിച്ചത്. പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മിനിസ്റ്റർ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നത്. അത് കേട്ടതോടെ കൂട്ടായിയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും പോയി. കൂട്ടായി, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വരുമെന്ന് നീ എങ്ങനെയാ അറിഞ്ഞത്? കൂട്ടായി പറയാൻ തുടങ്ങി. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുരുത്തിലെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഐഷയും ഫെമിനെയും ഞാൻ ഏൽപ്പിച്ചു. അവരെ എൻ്റെ തുരുത്തിലെ വീട്ടിൽ നിർത്തിയ ശേഷം അവരവിടുത്തെ കാര്യങ്ങൾ നന്നായി നോക്കി നടത്തിയിരുന്നെങ്കിലും അവരിൽ എനിക്കെന്തോ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവരുടെ അവിടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അവിടെ അവരെ കാണാൻ വേണ്ടിയും ആരൊക്കെ വരുന്നു, അവരാരോടൊക്കെ സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അവർ അറിയാതെ ആ വീടിൻ്റെ അകത്ത് ഞാൻ ക്യാമറകൾ വെച്ചിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ വീട്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നും രാവിലെ ഞാൻ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് ആ ക്യാമറയുടെ വീഡിയോയിൽ അവിടെ എന്തൊക്കെ നടന്നു എന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിങ്ങളവിടെ വന്നതും അവിടെ നിന്ന് അവരെയും കൊണ്ട് പോരുന്നതും കണ്ടു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും വീട്ടിലെത്തുമെന്ന്. അതാണ് അത്ര രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത്. വീട്ടിൽ പറഞ്ഞിരുന്നത് ആരെങ്കിലും എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇന്നലെ രാത്രി അവിടെ നിന്ന് പോയി എന്ന് പറയാനാണ്. എന്നാലും നിങ്ങളെന്നെ ഇത്ര പെട്ടെന്ന് പിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതല്ലടോ പറയുന്നത്, എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ കഴിയില്ലെന്ന്. നീ പോലും അറിയാതെ നീ അവിടെ നിന്ന് പോയതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് നിന്റെ വീടിൻ്റെ മുന്നിലെ വീടിന് പുറത്തുള്ള ക്യാമറയാണ്. അതിൽ കണ്ടിരുന്നു നീ പുറത്തേക്ക് പോയ സമയം. പിന്നെ ദൈവാധീനം ഞങ്ങൾക്ക് നിന്നെ കിട്ടിയത്. ഇത് കേട്ടതോടെ കൂട്ടായി അത്ഭുതത്തോടെ പ്രതാപിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി അടുത്തത്, നിന്നെ അറസ്റ്റ് ചെയ്തത് CM-ഉം പാർട്ടി പ്രസിഡന്റും എങ്ങനെയാണ് അറിഞ്ഞത്? അത് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തോ എന്നൊരു സംശയമുണ്ടെന്ന് പറയണമെന്ന്. അവനായിരിക്കും എന്നെ ഇവിടെ നിറക്കാൻ അവരോട് സംസാരിച്ചത്. 1 മണിക്കൂർ കൊണ്ട് ഈ നഗരം വിടാമെന്നായിരുന്നു പ്ലാൻ. ഈ നഗരം വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ലെന്ന് ഞാൻ കരുതി. അതാരടാ അത്രയ്ക്ക് മുകളിൽ പിടിയുള്ള നിന്റെ ഫ്രണ്ട്? ഒരു കാര്യം കൂടി, നിന്നെ എന്തിന് അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് വീട്ടിൽ നീ പറഞ്ഞത്? ഒരു ഭൂമി ഇടപാട് കേസിൽ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. നന്നായി, പാവം നിന്റെ വീട്ടുകാര്. നീയും MLA ഫൈസലും തമ്മിൽ എന്താ ബന്ധം? ആ പേര് കേട്ടതോടെ കൂട്ടായി ഞെട്ടി. നീ ഞെട്ടുകയൊന്നും വേണ്ട, ചോദിച്ചതിന് മറുപടി പറ. നീയും അവനും തമ്മിൽ എന്താണ് ബന്ധം? മാത്രമല്ല, നിന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞ ഉന്നതൻ എന്നത് അവനാണെന്നും എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല സാർ. സാധാരണ ഒരു ബിസിനസ്സുകാരനും രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള ബന്ധത്തിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു ബിസിനസ് ഇടപാടുകളുമില്ല സാർ. മോനെ കൂട്ടായി, നിന്നോട് ഞാൻ ചോദിച്ചത് നീയും അവനും തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുണ്ടോ എന്നല്ല, മറിച്ച് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്നാണ്. അപ്പോൾ അതിലെന്തോ ഇല്ലേ? രണ്ടാമത്, ഐഷയും ഫെമിനിയും ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരുന്നുണ്ട്. അതിലാരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നതും പറഞ്ഞിട്ടുണ്ട്. അത് നിന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അതിനവർക്ക് അദ്ദേഹത്തെ അറിയില്ലല്ലോ. പിന്നെ എങ്ങനെ അവർ ഈ നുണകൾ സാറിനോട് പറയും? ഇതിൻ്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ സ്ഥലങ്ങൾ കുറഞ്ഞ വിലക്ക് വാങ്ങി പിന്നീട് മറിച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയ പദ്ധതിയാണ് അവിടെ നടന്ന കൊലപാതകങ്ങൾ. കൂട്ടായി, നോയിൻ്റെ മോനെ, എൻ്റെ ക്ഷമക്കൊരു പരിധിയുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ടാണ് നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന്. പിന്നെ നീ ഓരോ നുണകൾ പറഞ്ഞിരുന്നാൽ കേടായ നിന്റെ ഹൃദയം ഞാൻ ഇടിച്ച് പിഴിയും. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ. നീയും ഫൈസലും തമ്മിൽ എന്താടാ ബന്ധം? ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല സാർ. അനസേ, വീഡിയോ ഓഫ് ആയിക്കോ. ഇവനോട് മര്യാദക്ക് ചോദിച്ചാൽ മറുപടി പറയില്ല. അത് പറഞ്ഞതും പ്രതാപ് കൂട്ടായിയുടെ കഴുത്തിൽ പിടിച്ചു. പിടുത്തം മുറുക്കിക്കൊണ്ട് കൂട്ടായിയെ ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് പൊക്കി പിടിച്ചു. കാല് നിലത്ത് മുട്ടാതെ കൂട്ടായി വായുവിൽ നിന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. മര്യാദക്ക് പറയടാ, അവനും നീയും തമ്മിൽ എന്തൊക്കെ ബിസിനസ്സിലാണ് പങ്കാളിത്തമുള്ളതെന്ന്. താഴെ നിർത്തിയ കൂട്ടായി ശ്വാസം കിട്ടാതെ ചുമച്ചു. പറയടാ, ഇല്ലെങ്കിൽ നിന്റെ നെഞ്ചും കൂടിടിച്ചാൻ പൊളിക്കും. അനസേ, ഇനി വീഡിയോ ഓണായിക്കോ. ഇവനെല്ലാം പറഞ്ഞോളും.
സാർ, എൻ്റെ ചില ബിസിനസ്സുകളിൽ അയാൾ പാർട്ട്ണറാണ്. പിന്നെ അയാളുടെ പല കാര്യങ്ങളിലും ഞാനാണ് ബിനാമി. അദ്ദേഹം ഒരു തവണ ഗൾഫിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. അതിനുശേഷമാണ് ആ ബന്ധം ദൃഢമായതും നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പങ്കാളിയായതും. നീയും അവനും കൂടിയാണോ തുരുത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത്? അതെ സാർ. 2 ദിവസം മുമ്പ് ഫെമിനിയും ഐഷയും നിന്റെ വീട്ടിൽ വന്നപ്പോൾ ഫൈസൽ അവിടെ വന്നത് എന്തിനാണ്? തുരുത്തിലെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ. എന്നിട്ട് തീരുമാനിച്ചോ? ഓ സാർ, ജോണിക്കുട്ടിയുടെ മരണം നടന്ന ശേഷം അവിടെ വേറെ കൊലപാതകങ്ങൾ നടത്താൻ അവിടെയുള്ളവരാരും രാത്രി പുറത്തിറങ്ങാത്തതുകൊണ്ട് നടന്നിരുന്നില്ല. അതുകൊണ്ട് ഇനി മുതൽ രാത്രിയോ പകലോ എന്ന് നോക്കാതെ കൊലപാതകങ്ങൾ നടത്താനാണ് അന്ന് തീരുമാനിച്ചത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെയുള്ളവരെ സാർ അറസ്റ്റ് ചെയ്തത്. ഇത്രയധികം കൊലപാതകങ്ങൾ അവിടെ നടത്താൻ എന്താണ് കാരണം? ഞാൻ പറഞ്ഞില്ല സാർ, അവിടെയുള്ളവരെ ഭയപ്പെടുത്തി അവിടെ നിന്ന് മാറ്റിയ ശേഷം അവരുടെ സ്ഥലങ്ങൾ ചെറിയ വിലക്ക് വാങ്ങി പിന്നീട് അത് വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കാനായിരുന്നു. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഞാൻ സത്യമാണ് സാർ പറഞ്ഞത്. അവിടെ ആളുകളെ കൊല്ലുന്നതിന് നീ എത്രയാണ് ഐഷയ്ക്കും ഫെമിനിക്കും കൊടുക്കാൻ സമ്മതിച്ചിരുന്നത്? ആ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ 1,25,00,000 രൂപയാണ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് അവർ 50 ലക്ഷം രൂപ അനൂപിന് കൊടുക്കും. ബാക്കി 75 ലക്ഷം അവർ രണ്ടാളും കൂടി വീതിച്ചെടുക്കും. ഇത്രയധികം പണം മുടക്കി ആളുകളെ കൊല്ലാൻ നീ അവരെ ഏൽപ്പിച്ചത് അവിടെയുള്ള സ്ഥലം കുറഞ്ഞ വിലക്ക് വാങ്ങി കൂടിയ വിലക്ക് മറിച്ചു വിൽക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കണം, അല്ലടാ? അത് പറഞ്ഞതും പ്രതാപിന്റെ കൈ കൂട്ടായുടെ വലത്തെ ചെകിടിൽ പതിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞ കൂട്ടായുടെ വായിൽ ചോരയുടെ രുചി തോന്നി. തുപ്പിയപ്പോൾ തുപ്പലിനൊപ്പം ചോരയും പുറത്തേക്ക് വന്നു. 1.25 കോടി മുടക്കി നീ അവിടെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ചുരുങ്ങിയത് 5 കോടിയെങ്കിലും ലാഭം ഉണ്ടാവണം. പറയടാ, നീ എന്തിനാണ് ഈ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നത്? സാർ, അത് ഫൈസൽ മുഖേന വന്നൊരു ബിസിനസ് ഡീലാണ്. എന്ത് ബിസിനസ് ഡീല്? കണ്ണൂരിലുള്ള അനസ്, തൃശ്ശൂർക്കാരൻ സുനിൽ, പിന്നെ ബോംബെയിലുള്ള ലജു, കോഴിക്കോടുകാരി ഷംസി, ഇവർ 4 പേരും കൂടി അമേരിക്ക ബേസ് ചെയ്തുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ ചെയിൻ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങുന്നതിന് അവർക്കിവിടെ കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനാണ് ഞങ്ങളിങ്ങനെ ചെയ്തത്. ഈ ഗ്രൂപ്പിന് നിങ്ങളെങ്ങനെ അറിയാം? ആ ഗ്രൂപ്പിൻ്റെ MD ആണ് അനസ്. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനാണ് ഫൈസൽ. അവർ തമ്മിൽ നേരത്തെ അറിയും. അങ്ങനെ ഫൈസൽ മുഖേനയാണ് ഈ ആവശ്യം ഞങ്ങൾക്ക് വരുന്നത്. ഹോസ്പിറ്റൽ തുടങ്ങാൻ ഇങ്ങനെ എന്തിനാണ് സ്ഥലം മേടിക്കുന്നത്? അതിനല്ലെങ്കിലും സ്ഥലങ്ങൾ ഇവിടെ കേരളത്തിൽ വേറെയും കിട്ടുമല്ലോ. പിന്നെന്താ ഈ സ്ഥലം തന്നെ വേണമെന്ന് നിർബന്ധം? അവരവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ മാത്രമല്ല, പുറമെ നിന്ന് നോക്കുന്നവർക്ക് അതൊരു റിസോർട്ട് കൂടിയുള്ള ഹോസ്പിറ്റലായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവിടെ നടക്കുന്നത് മരുന്നു പരീക്ഷണങ്ങളും അവയവ കച്ചവടവുമാണ്. നഗരത്തിൽ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ആളുകളെ, തെരുവിൽ ജീവിക്കുന്ന നാടോടികൾ, ഭിക്ഷയെടുക്കുന്നവർ, അസുഖം മൂലം വീട്ടുകാർ ഉപേക്ഷിച്ചവർ എന്നിവരെ സംരക്ഷിക്കാനെന്ന പേരിൽ ഇവരെ ഏറ്റെടുത്ത് ഇവരുടെ ആശുപത്രിക്കടുത്ത് നടത്തുന്ന ചാരിറ്റി ഹോമിൽ താമസിപ്പിക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവരെ എന്തെങ്കിലും അസുഖത്തിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവിടെ വെച്ച് ഒന്നുകിൽ മരുന്നുകളുടെ പരീക്ഷണം അല്ലെങ്കിൽ അവരുടെ അവയവം എടുക്കും. എന്നിട്ട് മരിക്കാൻ ഭയമുള്ള ധനികരായ വേറെ ആർക്കെങ്കിലും കൊടുക്കും. അതിലൂടെ അവർ കോടികളുണ്ടാക്കും. ഇന്ത്യയിലെ പല നഗരങ്ങളിലും അവർക്ക് ഇതേപോലെയുള്ള ആശുപത്രികളുണ്ട്. അതെല്ലാം ഇതേപോലെ ആരും പെട്ടെന്ന് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലാണ്. കേരളത്തിലും അതേപോലെ ഒരു സ്ഥലം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അതിന് ഈ തുരുത്തിനെ കുറിച്ച് അവരെങ്ങനെ അറിഞ്ഞത്? മുൻപ് അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനി ടൂറിസ്റ്റ് കേന്ദ്രം തുടങ്ങുന്നതിന് ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നതും പിന്നെ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമെല്ലാം പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒരുപാട് വാർത്തകളായതാണ്. അങ്ങനെയാണ് അവർ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത്. ഇങ്ങനെയുള്ളൊരു പ്രൊജക്റ്റിന് നിങ്ങൾക്ക് അവിടെയുള്ളവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് സ്ഥലം വാങ്ങിയ പോരായിരുന്നോ? അതിനു പകരം എന്തിനാ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തത്? അവിടെയുള്ള പലരെയും ഞങ്ങൾ സ്ഥലം വിൽക്കാൻ സമീപിച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിന് എത്ര രൂപയാണ് അവരുടെ പ്ലാൻ? 150 കോടിയുടെ പ്രൊജക്റ്റാണ് അവരോട് പ്ലാൻ ചെയ്യുന്നത്. അതിൽ നിന്ന് 15 കോടിയാണ് അവർ സ്ഥലം വാങ്ങാൻ മാറ്റിവെച്ചത്. അവിടെയുള്ളവരോട് നേരിട്ട് സ്ഥലം വാങ്ങിക്കാൻ പലർക്കും ഞങ്ങൾ സെൻറ്റിന് 1.5 ലക്ഷം വരെ പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ആ സ്ഥലം വിട്ടുപോകാൻ താല്പര്യമില്ല എന്നതുകൊണ്ടാണ് അവർ പലരും ഒഴിവായത്.
നിനക്കും നിന്റെ കൂട്ടുകാരനും എത്രയായിരുന്നു ഇതിലെ ലാഭം? ആ സ്ഥലം വാങ്ങിക്കൊടുത്താൽ സ്ഥലത്തിൻ്റെ വിലയ്ക്ക് പുറമെ 5 കോടി, അതിൽ നിന്നാണ് 1.25 കോടി അവർക്ക് കൊടുത്തത്. ആ ഗ്രൂപ്പ് പറഞ്ഞിട്ടാണോ നിങ്ങളവിടെ കൊലപാതകങ്ങൾ നടത്തിയത്? അവർക്കിതിൽ നേരിട്ട് പങ്കില്ല. കാരണം അവർക്ക് ഈ സ്ഥലം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ പറഞ്ഞ പൈസ അവർ ഞങ്ങൾക്ക് തന്നു. നേരിട്ട് ചോദിച്ചിട്ടും സ്ഥലങ്ങൾ വിൽക്കാൻ അവർ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടാക്കിയത്. അവിടെ വിൽക്കുന്ന സ്ഥലങ്ങൾ എൻ്റെയും ഫെമിനയുടെയും ഐഷയുടെയും പേരിൽ വാങ്ങി അവസാനം ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് ഒരുമിച്ച് കൊടുക്കാമെന്നായിരുന്നു പ്ലാൻ. ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിനുള്ള മരുന്ന് നീയല്ലേ അവർക്ക് കൊടുത്തത്? അതെ സാർ. നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? ചാവക്കാടുള്ള ഒരു ഷൗക്കു എന്ന ആളാണ് എനിക്ക് ഈ മരുന്നുകൾ തന്നിരുന്നത്. അതിൻ്റെ മിക്സിങ്ങും ബാക്കി കാര്യങ്ങളുമെല്ലാം അവനാണ് പറഞ്ഞു തന്നിരുന്നത്. എത്ര നാളുകൊണ്ട് സ്ഥലം അവർക്ക് കൊടുക്കാനായിരുന്നു കരാറ്? അവരാദ്യം പറഞ്ഞത് 3 മാസം കൊണ്ടെന്നായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ അത് 9 മാസമാക്കി മാറ്റി. അവർക്കറിയാമോ നിങ്ങൾ ഈ സ്ഥലം വാങ്ങുന്നത് എങ്ങനെയാണെന്ന്? അവർക്കറിയില്ല സാർ. അവരോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് നേരിട്ട് വിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ വാങ്ങി അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്നാണ്. മുൻപൊരു സ്ഥലം വാങ്ങിക്കാൻ അവിടെയുള്ളവരെ ഭയപ്പെടുത്തി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ പക്ഷേ അങ്ങനെ നോക്കിയെങ്കിലും വർക്കൗട്ടായില്ല. തുടർന്ന് എങ്ങനെ വേണമെന്ന ചിന്തയിൽ നിന്നാണ് ഫൈസലിൻ്റെ പരിചയക്കാരൻ ഷൗക്കുവിനെ വിളിക്കുന്നതും ഈ മരുന്ന് സംഘടിപ്പിക്കുന്നതും. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതാണെന്നറിയാൻ തെരുവിൽ ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ പരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് ഫെമിനയെ ഏൽപ്പിച്ചതും അവർ വഴി ഐഷുവിനെയും അനൂപിനെയും സംഘടിപ്പിച്ചതും. ഫൈസൽ ഇപ്പോൾ എവിടെയുണ്ട്? അറിയില്ല സാർ. ഇന്നലെ സംസാരിച്ചപ്പോൾ ഇന്ന് അയാൾ ചിലപ്പോൾ ഡൽഹിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിന്റെ ഭാര്യ നീ അറസ്റ്റിലായത് വിളിച്ചു പറഞ്ഞത് ഫൈസലിനോടല്ലേ? അതെ സാർ. ശരി. നിനക്ക് സുഖവാസത്തിന് പോകാനുള്ള കടലാസുകൾ റെഡിയാക്കിയ ശേഷം നമുക്ക് വീണ്ടും കാണാം. അനസേ, എല്ലാം റെക്കോർഡഡ് അല്ലേ? കളയാനുള്ളതെല്ലാം കളഞ്ഞ് അതിങ്ങെടുത്തോ. എനിക്ക് മിനിസ്റ്ററിനെ കാണാൻ പോണം. അനീഷേ, ഇവനെ നോക്കിക്കോ. ഞാൻ SP വിളിച്ചിട്ട് വരാം. ശരി സാർ. പ്രതാപ് SP വിളിച്ചു. കൂട്ടായി പറഞ്ഞ കാര്യങ്ങളെല്ലാം SP ധരിപ്പിച്ചു. സാർ, ചാവക്കാട് നിന്ന് ഷൗക്കുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അതേപോലെ മിനിസ്റ്ററെ കണ്ട് ഫൈസലിനെയും. ഞാൻ എന്താണ് സാർ ഇനി വേണ്ടത്? താനൊരു കാര്യം ചെയ്യും. എല്ലാവരും കുറ്റസമ്മതം നടത്തിയത് താൻ വീഡിയോ എടുത്തിട്ടില്ലേ? സാർ. ശരി, താൻ ആ വീഡിയോകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് നേരെ ഓഫീസിലേക്ക് പോവാം. ഞാൻ അപ്പോഴേക്കും മിനിസ്റ്ററെയും DIGയെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ശരി സാർ. പരമാവധി 1/2 മണിക്കൂർ. അതിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാം. ശരി. രേഖകളും ഫയലുകളൊന്നും മിസ്സാകാതെ എല്ലാം എടുത്തുകൊണ്ട് വരണം. ഓക്കെ സാർ. ഫോൺ കട്ടാക്കിയ പ്രതാപ് കൂട്ടായിയെ ലോക്കപ്പ് ചെയ്യാൻ അനീഷിനെ ഏൽപ്പിച്ചു. കൂട്ടായിയെ ലോക്കപ്പ് ചെയ്ത് തിരികെ വന്ന അനീഷിനെ വിളിച്ച്, അനീഷേ, താനും മനസ്സും കൂടി ഒരു കാര്യം ചെയ്യണം. എന്താണ് സാർ? നിങ്ങളിപ്പോൾ തന്നെ കൂട്ടായിയുടെ വീട് സെർച്ച് ചെയ്യണം. ആവശ്യത്തിനുള്ള ഫോഴ്സിനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കോ. ഫൈസലിനെയും കൂട്ടായിയും ആ കമ്പനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലാ തെളിവുകളും, അത് രേഖകളോ വീഡിയോ, ഫോട്ടോ, ഫോൺ സംഭാഷണങ്ങൾ, മൊബൈൽ ഫോണുകൾ, അങ്ങനെ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ നിന്ന് എടുക്കണം. ഒരു പൊട്ട് പോലും വിട്ടുകളയരുത്. എങ്കിലേ നമുക്കവനെ കോടതിയിൽ ഹാജരാക്കി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുള്ളൂ. ശരി സാർ. ഞാൻ SP ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നേരെ മിനിസ്റ്ററെ കണ്ട് ആ കള്ള നായിൻ്റെ മോനെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡറുമായിട്ട് മാത്രമേ ഞാൻ വരികയുള്ളൂ. നിങ്ങൾ റെയ്ഡ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക. ബാക്കി എന്ത് വേണമെന്ന് ഞാൻ SP-യോടും കൂടി ആലോചിച്ചിട്ട് പറയാം. ശരി സാർ. അനീഷ് മനസ്സും പ്രതാപിനെ സല്യൂട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അവരവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കേസുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന രേഖകളും വീഡിയോയും എല്ലാവരുടെയും കുറ്റസമ്മത മൊഴികളും എടുത്ത് അനസിനെയും കൂട്ടി അവിടെ നിന്ന് SP ഓഫീസിലേക്ക് പോകാനിറങ്ങി. പോകുന്ന വഴി പ്രതാപ് വീട്ടിൽ കയറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വീട്ടിലിരിക്കുന്ന ബാക്കി രേഖകളും കൂടി എടുത്ത് നേരെ SP ഓഫീസിലേക്ക് പോയി. SP ഓഫീസിലെത്തിയ പ്രതാപ് SP-യുടെ റൂമിൽ കയറി SP-യെ സല്യൂട്ട് ചെയ്തു. സല്യൂട്ട് സ്വീകരിച്ച ശേഷം SP പ്രതാപിന് നേരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട്, കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ പ്രതാപ്. സമീപ ഭാവിയിൽ നടക്കാനിരുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചതിന്. താങ്ക് യു സാർ. എല്ലാ തെളിവുകളും എടുത്തില്ലേ താൻ? സാർ. സാർ DGP-യും മിനിസ്റ്ററിനെയും വിളിച്ചിരുന്നു? യെസ്, ഞാൻ വിളിച്ചിരുന്നു. മിനിസ്റ്റർ ഇപ്പോൾ ഒരു അർജന്റ് മീറ്റിംഗിലാണ്. 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞ് മാഡം ഫ്രീ ആവുകയുള്ളൂ. അനിൽ സാർ അപ്പോഴേക്കും റെസ്റ്റ് ഹൗസിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, അതത്ര വൈകിയാലൊരു പ്രശ്നമുണ്ട്. എന്താടോ? MLA ചിലപ്പോൾ അപ്പോഴേക്കും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെ? തനിക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം?
ഞാൻ പറഞ്ഞല്ലോ, കൂട്ടായി അറസ്റ്റ് ചെയ്തത് കൂട്ടായിയുടെ ഭാര്യ ഫൈസലിനെ വിളിച്ചു പറഞ്ഞ പ്രകാരമാണ് CM നമ്മളെ വിളിപ്പിച്ചത്. അയാളെ അറസ്റ്റ് ചെയ്തതെന്നറിഞ്ഞാൽ MLA രക്ഷപ്പെടും. എടോ, അതിൽ താൻ പേടിക്കണ്ട. കാരണം അയാളൊരു MLA ആണ്. അയാൾക്ക് രക്ഷപ്പെട്ടു പോകുന്നതിനൊരു പരിധിയുണ്ട്. ഇനി തൻ്റെ സമാധാനത്തിന് ഞാൻ വേണമെങ്കിൽ CMനെ ഒന്നുകൂടി വിളിക്കാം. SP ഫോണെടുത്ത് CMനെ വിളിച്ചു. മാഡം, ഒരു അർജന്റ് മാറ്റർ. എന്താ മനു? ഞാനൊരു മീറ്റിംഗിലാണെന്ന് തന്നോട് പറഞ്ഞതല്ലേ? എനിക്കറിയാം മാഡം, ഇത് കുറച്ച് അർജന്റാണ്. അതാണ് ഞാൻ വിളിച്ചത്. എന്താ കാര്യം? വേഗം പറയേ. മാഡം, ഫൈസൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? അയാൾ എവിടെയാണെങ്കിലും വൈകിട്ട് 3 മണിക്ക് എന്നെ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ താൻ പേടിക്കണ്ട. ശരി മാഡം. ഫോൺ കട്ടാക്കിയ ശേഷം പ്രതാപിനോടായി SP പറഞ്ഞു, എടോ, താൻ ടെൻഷനാകണ്ട. വൈകിട്ട് 3 മണിക്ക് MLAയോട് മിനിസ്റ്ററെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ശരി സാർ. അനീഷിനെയും മനസ്സിനെയും കൂട്ടായിയുടെ വീട് സെർച്ച് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. വെരി ഗുഡ്. തനിക്ക് ആ സിറിഞ്ചിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സാർ, ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. വേഗം നോക്ക്. ശരി സാർ. സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയ പ്രതാപ് അല്പം കഴിഞ്ഞപ്പോൾ തിരികെ വന്നു. സാർ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാനത് വാങ്ങിയിട്ട് നേരെ റെസ്റ്റ് ഹൗസിലേക്ക് വരാം. പ്രതാപ് റിപ്പോർട്ട് വാങ്ങിക്കുന്നതിനായി ഫോറൻസിക് ലാബിലേക്ക് പോയി. പോകുന്ന വഴിയിൽ അനീഷിനെ പ്രതാപ് വിളിച്ചു. അനീഷേ, എന്തായി കാര്യങ്ങൾ? കഴിഞ്ഞോ? സാർ, ഏകദേശം പൂർത്തിയായി. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? കൂട്ടായിയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഇന്നലെ വരെ അയാൾ MLA കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും നിൽക്കുന്ന കുറച്ച് ഫോട്ടോസും. ആ, കംപ്ലീറ്റ് ചെയ്തിട്ട് താൻ വിളിക്ക്. ശരി സാർ. ഫോൺ കട്ടാക്കിയ ശേഷം പ്രതാപ് തൻ്റെ യാത്ര തുടർന്നു. ഫോറൻസിക് ലാബിൽ ചെന്ന് റിസൾട്ട് വാങ്ങിയ ശേഷം പ്രതാപ് SP വിളിച്ചു. സാർ, റിസൾട്ട് കിട്ടി. എന്താ റിസൾട്ട്? അതിലുണ്ടായിരുന്നത് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് തന്നെയാണ്. പിന്നെ സിറിഞ്ചിലുണ്ടായിരുന്ന ഫിംഗർ പ്രിൻസും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അത് ഫൈസലിൻ്റെ തന്നെയാണോ എന്ന് കൂടി നോക്ക്. അത് നോക്കാൻ അനീഷിനെ ഏൽപ്പിച്ച ശേഷം താൻ റെസ്റ്റ് ഹൗസിലോട്ട് വേഗം വാ. ശരി സാർ. തുടർന്ന് പ്രതാപ് അനീഷിനെ വിളിച്ചു. അനീഷേ, ഒരു കാര്യം പറയാൻ മറന്നു. താൻ അവൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടോന്ന് നോക്കണം. പിന്നെ തുരുത്തിലെ വീട്ടിലുള്ള ക്യാമറയുടെ വിഷ്വൽസ് കൊടുക്കണം. ശരി സാർ. ഒരു കാര്യം കൂടി, താൻ അവിടുത്തെ റെയ്ഡ് കഴിഞ്ഞാൽ ഫൈസലിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കണം. ഞാൻ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ സിറിഞ്ചിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് കൊടുത്തയക്കുന്നുണ്ട് സ്റ്റേഷനിലേക്ക്. അതിലുള്ള ഫിംഗർ പ്രിൻറ്റും ഫൈസലിൻ്റെ ഫിംഗർ പ്രിൻറ്റും മാച്ച് ആകുന്നുണ്ടെന്ന് നോക്കണം. ശരി സാർ. റിപ്പോർട്ട് കിട്ടിയിട്ട് താൻ എന്നെ വിളിക്ക്. ഞാൻ പറയാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ സാർ. അനീഷുമായുള്ള സംഭാഷണം അവസാനിപ്പിച്ച ശേഷം ഫൈസലിനെ കൊടുക്കാനുള്ള കൊടുക്കുമായി പ്രതാപ് റെസ്റ്റ് ഹൗസിലേക്ക് യാത്രയായി. റെസ്റ്റ് ഹൗസിലെത്തിയ പ്രതാപ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പാർക്കിംഗ് ഏരിയയിൽ DGPയുടെയും CMന്റെയും വാഹനങ്ങൾ കിടക്കുന്നത് കണ്ടു. എല്ലാവരും എത്തിയല്ലോ. നേരം വൈകിയെന്ന് പറഞ്ഞ് മിക്കവാറും അവരുടെ വായിലിരിക്കുന്നത് ഞാനിന്ന് കേൾക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും SP വിളിച്ചു നോക്കാം എന്ന് സ്വയം കരുതി പ്രതാപ് പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് SP വിളിച്ചു. സാർ, ഞാനിവിടെ എത്തി. എടോ, ഞാൻ എത്തിയിട്ടില്ല. 5 മിനിറ്റ്. ഇപ്പോൾ എത്താം. ഞാൻ വന്നിട്ട് ഒരുമിച്ചകത്തേക്ക് കയറാം. ശരി സാർ. പ്രതാപ് ഫോൺ പോക്കറ്റിലിട്ട ശേഷം ജീപ്പിന്റെ ഡ്രൈവർ അടുത്തേക്ക് വിളിപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങി തൻ്റെ കയ്യിൽ വെച്ചിരുന്ന ഫിംഗർ പ്രിന്റ് റിപ്പോർട്ടിന്റെ ഒരു കോപ്പി അയാളുടെ കയ്യിൽ കൊടുത്ത് സ്റ്റേഷനിൽ അനീഷിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. മറ്റൊരു കോപ്പി സ്വന്തം ഫയലിലും വെച്ചു. ഡ്രൈവർ ജീപ്പ് എടുത്ത് പോയതിനു ശേഷം ഫോൺ എടുത്ത് അനീഷിനെ വീണ്ടും വിളിച്ചു. എടോ, എന്തായി? കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഞാൻ പറഞ്ഞതെല്ലാം കിട്ടിയോ? കിട്ടി സാർ. ഫൈസൽ 2 ദിവസം മുമ്പ് അവിടെ ചെന്നിരുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂട്ടായിയുടെ ഫോൺ നമ്പറിൻ്റെ കോൾ ലിസ്റ്റ് എടുക്കാൻ സൈബറിൽ അഷറഫിനെ ഏൽപ്പിച്ചു. സാറെ ഒന്ന് വിളിച്ചു പറയണം, അല്ലെങ്കിൽ അവനിട്ട് വലിപ്പിക്കും. അവൻ വലിപ്പിക്കില്ല. കഴിഞ്ഞ തവണ കൂട്ടായിയുടെ നമ്പറിൻ്റെ ലൊക്കേഷൻ എടുക്കാൻ കൊടുത്തിട്ട് എന്നെ വലിപ്പിച്ചതിന് ഞാൻ അവന് കൊടുത്തതാണ്. എനിക്ക് വേണ്ടിയാണെന്ന് അനീഷ് പറഞ്ഞാൽ മതി. പിന്നെ സാറേ, തുരുത്തിലെ ക്യാമറയുടെ വിഷ്വൽസ് കുറച്ച് ഡിലീറ്റഡ് ആണ്. അത് റിക്കവർ ചെയ്യാൻ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ബലമായ സംശയം അതിലും പൈസ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ശരി. ആ വീഡിയോ കൊടുക്കുന്നതിന് മുമ്പ് അതിലിപ്പോഴുള്ള വീഡിയോസ് കോപ്പി എടുക്കണം. അതിൽ കൂട്ടായി അവിടെ ചെന്നിരുന്നതിൻ്റെ എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടോ എന്ന് നോക്കണം. ശരി സാർ. ഫൈസലിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തോ? എടുത്തു സാർ. ശരി. ഞാൻ സുദേവൻ്റെ കയ്യിൽ ഫോറൻസിക് ലാബിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. അത് താൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യണം. പിന്നെ അനസിനെ വിട്ടിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്ന് ജോണിക്കുട്ടിയുടെ ആന്തരികാവയവങ്ങളുടെ ഡൽഹിയിൽ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് എടുപ്പിക്കണം. ഞാൻ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിങ്ങിന് കയറുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ശരി സാർ. ഫോൺ കട്ടാക്കിയപ്പോഴേക്കും SP മനു മാത്യുവിൻ്റെ ഇന്നോവ കാർ റെസ്റ്റ് ഹൗസിൻ്റെ മുൻപിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയ SPയെ പ്രതാപ് സല്യൂട്ട് ചെയ്തു. വേഗം വാടോ, CM ചൂടിലാണ്. അകത്തേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കേറിയ പ്രതാപും SPയും CMന്റെ മുന്നിലെത്തി. ഡോറിൽ മുട്ടിയതും CMന്റെ PA
നജ്മൽ വന്ന് ഡോറ് തുറന്നു. എവിടെയായിരുന്നു രണ്ടാളും? മാഡം ആകെ ചൂടിലാണ്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ അല്പം വൈകി, അതാണ് ലേറ്റായത്. ശരി, കയറുക. അകത്തേക്ക് കയറി പ്രതാപും എസ് പിയും അകത്തിരിക്കുന്ന DGP അനിലിനെയും CM ആമിനെയും സല്യൂട്ട് ചെയ്തു. എവിടെയായിരുന്നല്ലോ? ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ അല്പം വൈകി സാർ. ശരി, എന്തായി പ്രതാപ് തൻ്റെ അന്വേഷണം? സാർ, അന്വേഷണം ഏകദേശം പൂർത്തിയായി. ആരാടോ അവിടെ നടന്ന മരണങ്ങൾക്ക് പിറകിൽ? സാർ, അവിടെ നടന്ന മുഴുവൻ മരണങ്ങളും കൊലപാതകങ്ങളാണ്. അതിൽ അവസാനം നടന്ന മരണം ഒരു ജോണിക്കുട്ടി. അത് മാത്രമേ നമുക്ക് കൊലപാതകമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പിറകിൽ പോയാണ് ഞാൻ ബാക്കിയുള്ള മരണങ്ങളുടെ കാരണം കൂടി കണ്ടെത്തിയത്. ആരാടോ ഈ മരണങ്ങളുടെ പിറകിൽ? പ്രതാപ് കൂട്ടയുടെയും മറ്റുള്ളവരുടെയും മൊഴികളും വീഡിയോകളും അടക്കം കയ്യിലുള്ള എല്ലാ തെളിവുകളും DGPയുടെയും CMന്റെയും മുന്നിൽ വെച്ച് താൻ അന്വേഷിച്ച് ഇതുവരെ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എല്ലാം ബോധ്യമായ ശേഷം CM എഴുന്നേറ്റ് പ്രതാപിന് നേരെ കൈ നീട്ടിക്കൊണ്ട്, കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ പ്രതാപ്. ആ തുരുത്തിലെ ജനങ്ങളെ വലിയൊരു ആപത്തിൽ നിന്നാണ് താങ്കൾ രക്ഷിച്ചത്. അവിടെയുള്ളവർ മാത്രമല്ല, ആ സ്ഥാപനം അവിടെ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളാകെ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു വിപത്തിൽ നിന്ന് കൂടിയാണ് താങ്കൾ എല്ലാവരെയും രക്ഷിച്ചത്. കേരളത്തിലെ ഓരോ മനുഷ്യർക്കും താങ്കളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മാഡം, ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. താങ്കളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തതുകൊണ്ടാണ് ഇവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞത്. സർ, മാഡം, രണ്ടുപേരോടും കൂടി ഒരു കാര്യം. എന്താണ് പ്രതാപ്? എത്രയും പെട്ടെന്ന് MLA അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഇടണം. ഇടോ, ഒരു MLAയെ അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പ്രതാപിന് അറിയാലോ. ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. തെളിവുകളെല്ലാം അയാൾക്കെതിരായതുകൊണ്ട് അയാളെ ആദ്യം രാജിവെപ്പിക്കണം. അതിനുശേഷം അയാളെ അറസ്റ്റ് ചെയ്യാം. ശരി മാഡം. അല്ലടോ, ആ അമേരിക്കൻ കമ്പനിയുടെ ആളുകളെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അവരെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? CMന്റെ ചോദ്യത്തിന് DGP മറുപടി പറയാൻ തുടങ്ങി. മാഡം, അവർ നമ്മുടെ അധികാര പരിധിയിലെ കേസുകളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. പ്രതാപ് പറയുന്ന പ്രകാരം അവരാളുകളെ കൊല്ലാനുള്ള കൊട്ടേഷനല്ല ഫൈസലിനും കൂട്ടായിക്കും കൊടുത്തിരിക്കുന്നത്. മറിച്ച് ആ സ്ഥലം വാങ്ങിച്ച് കൊടുക്കാനാണ്. ആ സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി കൂട്ടായും ഫൈസലും നടത്തിയ വഴിയാണ് ഈ കൊലപാതകങ്ങൾ. അതുകൊണ്ട് അതിൽ അവരെ ഉൾപ്പെടുത്താൻ കഴിയില്ല. പിന്നെ അവരുടെ ഹോസ്പിറ്റലുകളുടെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടായിയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി കോടതിയിൽ നമുക്ക് റിപ്പോർട്ട് കൊടുക്കാം. കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യാം. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശരി അനിലേ, അതിനു വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് മനു? മാഡം, MLA ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയുമോ? എന്തിനാണ് മനു? അയാളുടെ വീട് സെർച്ച് ചെയ്യണം. അയാളെയും കൂട്ടായും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ കൂടി കിട്ടാനുണ്ട്. പിന്നെ ആ സ്ഥലം വാങ്ങിക്കാൻ ഇവരെ ഏൽപ്പിച്ചു എന്നതിൻ്റെയും തെളിവുകൾ കണ്ടെത്തണം. അതിന് അയാൾ വീട്ടിലില്ലെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. മാഡം അയാളെ വിളിച്ച് എവിടെയാണെന്ന് തിരക്കിയാൽ നന്നായിരുന്നു. എടോ, അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ വീട് സെർച്ച് ചെയ്യാൻ കഴിയുമോ? അറിയാം സാർ. നമുക്ക് ഈ തെളിവുകൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലെത്തിച്ച് സെർച്ച് ഓർഡർ വാങ്ങിക്കാൻ കഴിയും. മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. മാഡം അയാളെ വിളിച്ചൊന്ന് അന്വേഷിക്കാമോ എവിടെയാണെന്ന്? ശരി, ഞാൻ ചോദിക്കാം. CM ഫോണെടുത്ത് ഫൈസലിനെ വിളിച്ച് സംസാരിച്ചു. ഫോൺ കട്ടാക്കിയ ശേഷം CM അനിലിന് നേരെ തിരിഞ്ഞ്, അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. മനുവും പ്രതാവും കൂടി അയാളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള ഓർഡർ വാങ്ങി സെർച്ച് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പിന്നെ മനു, കുറച്ച് ഫോഴ്സിനെ ഇങ്ങോട്ട് വിടാനും കുറച്ച് പേർ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് വിടാനുമുള്ള ഓർഡർ കൊടുക്ക്. അയാളുടെ അണികളെന്ന് പറയുന്ന മണ്ടന്മാര് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ബുദ്ധിമുട്ടല്ലേ? ശരി സാർ. DGPയും CMനെയും സല്യൂട്ട് ചെയ്ത ശേഷം പ്രതാപ് പുറത്തേക്ക് പോയി. പുറത്തിറങ്ങിയ പ്രതാപ് അനീഷിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് റെസ്റ്റ് ഹൗസിലേക്ക് എത്താൻ പറഞ്ഞു. റെസ്റ്റ് ഹൗസിലെത്തിയ അനീഷിന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഏൽപ്പിച്ച് മജിസ്ട്രേറ്റിനെ പോയി കണ്ട് ഫൈസലിന്റെ വീട് സെർച്ച് ചെയ്യാനുള്ള ഓർഡർ വാങ്ങി അയാളുടെ വീട് സെർച്ച് ചെയ്യാൻ ഏൽപ്പിച്ചു. SP മനു കൺട്രോൾ റൂമിൽ വിളിച്ച് ഒരു പോലീസ് ഗ്രൂപ്പിനെ റെസ്റ്റ് ഹൗസിലേക്കും മറ്റൊരു ഗ്രൂപ്പിന് അനീഷിനെ അസിസ്റ്റ് ചെയ്യാനും ഓർഡർ കൊടുത്തു. അല്പം കഴിഞ്ഞതും റെസ്റ്റ് ഹൗസിലേക്ക് MLA ബോർഡ് വെച്ച കാറിൽ ഫൈസൽ വന്നു. CMന്റെ റൂമിലെത്തിയ ഫൈസൽ അവിടെ എല്ലാവരെയും കണ്ടതോടെ ആകെ വിയർത്തു. എന്താണ് മാഡം വരാൻ പറഞ്ഞത്? നിങ്ങളുടെ പേരിൽ വലിയൊരു കുറ്റകൃത്യം തെളിവുകൾ സഹിതം കേരള പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? എന്ത് കുറ്റമാണ് മാഡം? എനിക്കൊന്നും അറിയില്ല. പുഴയക്കര എന്ന സ്ഥലത്ത് നടന്ന കൊലപാതകങ്ങളിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ ഗ്രാമത്തിലെ സ്ഥലങ്ങൾ വാങ്ങി ഒരു അമേരിക്കൻ ഹോസ്പിറ്റൽ കമ്പനിക്ക് മറിച്ചു കൊടുക്കാൻ സുനിൽ കൂട്ടായി എന്ന ഗൾഫ് ബിസിനസ്സുകാരനും താനും കൂടിയാണ് ഫെമിന, ഐഷ എന്ന സ്ത്രീകൾ മുഖേന അനൂപ് എന്ന വാടക കൊലയാളിയെ അവിടെയുള്ളവരെ കൊല്ലാൻ ഏൽപ്പിച്ചതെന്നും നിങ്ങൾ രണ്ടാളുമാണ്
ഇതിനുവേണ്ടി പണം മുടക്കിയെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കളവാണ് മാഡം. ഈ സുനിൽ കൂട്ടായിയോ മാഡം പറഞ്ഞ സ്ത്രീകളെയോ എനിക്കറിയില്ല. എടോ, MLA എന്ന പദവി ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ഇവിടെ നിന്ന് ചിലയ്ക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞാന്. പ്രതാപ് പറഞ്ഞു നിർത്തി. പ്രതാപ് അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. CM പറഞ്ഞു. അല്ല മാഡം, ഇവൻ കൂട്ടായിയുടെ വീട്ടിൽ ചെന്നതിനും അവിടെ ലാസ്റ്റ് ദിവസം നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനും വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ വണ്ടി ആ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം കയറി പോകുന്നത് നമ്മുടെ പോലീസ് എടുത്ത വീഡിയോയിലുണ്ട്. കൂടാതെ കൂട്ടായിയുടെ വീട്ടിലുള്ള CCTV ക്യാമറയിൽ ഇയാൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുമുണ്ട്. പിന്നെയും ഇയാൾ ഇമ്മാതിരി നുണകൾ പറയുമ്പോൾ എന്താ വേണ്ടത്? മാത്രമല്ല, ലാസ്റ്റ് നടന്ന ഗൂഢാലോചനയിൽ ഇയാൾ കൂടി പങ്കെടുത്തിരുന്നുവെന്നാണ് ഫെമിനയുടെയും ഐഷയുടെയും മൊഴി. ഇത്രയും തെളിവുകൾ പോരെ മാഡം ഇയാൾ അറസ്റ്റ് ചെയ്യാൻ? അതുമാത്രമല്ല, ഇയാളെയും അമേരിക്കൻ കമ്പനിയും കൂട്ടായിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ശേഖരിക്കാൻ അനീഷ് ഇപ്പോൾ ഇയാളുടെ വീട് സെർച്ച് ചെയ്യുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇയാളെ അനങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം കേട്ടതോടെ ഫൈസൽ തളർന്ന് അവിടെ കിടന്നിരുന്നൊരു കസേരയിലിരുന്നു. ഫൈസൽ, എന്തു പറയുന്നു നിങ്ങൾ? കുറ്റങ്ങൾ സമ്മതിക്കുന്നു അല്ലേ? മാഡം, പണത്തിനോടുള്ള ആർത്തി കൊണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. എൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കരുത്. രാഷ്ട്രീയ ഭാവി? ഇടോ, ഒരു പൊതുപ്രവർത്തനമെന്നത് ജനങ്ങളെ സേവിക്കാനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ അവരെ ദ്രോഹിക്കാനല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സംഭവിക്കാവുന്ന വലിയൊരു ദുരന്തം താൻ അറിഞ്ഞിട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ആ വിവരം ഇവിടെയുള്ള ഗവൺമെന്റിനെ അറിയിക്കാനോ ശ്രമിക്കാതെ, തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള കടമകൾ ഓർക്കാതെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത നിന്നെ രാഷ്ട്രീയ ഭാവിയുടെ പേരിൽ ഞാൻ വെറുതെ വിടണം അല്ലേ? എന്നിൽ നിന്നും നീ ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട. നീ ഇപ്പം തന്നെ ഇവിടെ വെച്ച് നിന്റെ MLA സ്ഥാനം രാജിവെക്കുന്ന കത്തെഴുത്തരണം. പാർട്ടി പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞോളാം. മാഡം, പ്ലീസ് എൻ്റെ ഇമേജ് ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടണം. രാജി ഞാൻ ഇപ്പോൾ സമർപ്പിക്കാം. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യരുത്. നീ ഇപ്പം തന്നെ രാജിക്കത്ത് എഴുതി തരികയും വേണം. നിന്നെ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായ ഫൈസൽ തൻ്റെ രാജിക്കത്ത് മിനിസ്റ്റർക്ക് നൽകി. രാജിക്കത്ത് സ്വീകരിച്ച CM പാർട്ടി പ്രസിഡന്റ് ലെനീഷിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം ഫൈസലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. വൈകുന്നേരം റെസ്റ്റ് ഹൗസിൽ വിളിച്ച പത്രസമ്മേളനത്തിൽ CM തുരുത്തിലെ കൊലപാതകങ്ങളുടെ വിശദ വിവരങ്ങൾ പത്രക്കാർക്ക് കൊടുത്തു. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കിയ മുഴുവൻ പ്രതികളെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 14 ദിവസത്തിന് ശേഷം നടന്ന വിചാരണയിൽ പ്രതികളുടെ പേരിൽ കുറ്റം തെളിയിക്കപ്പെട്ടതിനാൽ കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയതിന് കേസിലെ ആദ്യ 5 പ്രതികളായ ഫൈസൽ, സുനിൽ കൂട്ടായി, ഐഷ, ഫെമിന, അനൂപ് എന്നിവരെ മരണം വരെ തൂക്കിലേറ്റാനും അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ CBI അന്വേഷിക്കാനും ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളത്തിലെ ജനങ്ങളെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പ്രതാപിന് ഗവൺമെന്റ് ഡബിൾ പ്രൊമോഷൻ നൽകി SPI നിയമിച്ചു.